ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ പതിവ് പോലെ വെളുപ്പാങ്കാലം 4:30ക്ക് ഞാൻ ഹാജരായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പ്ലാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്. അങ്ങനെ ഇഡ്ഡലി മാവൊക്കെ റെഡിയാക്കി വെച്ചു. ലഞ്ചിന് കോവയ്ക്ക മെഴുക്ക് വരട്ടിയും ചിക്കൻ കറിയും. ചിക്കൻ കറി തലേദിവസം വച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടി. ഇത് ഇച്ചിരി ടൈം കൺസ്യൂം ചെയ്യണ പരിപാടിയാണ് എനിക്ക്. കാരണം വേറൊന്നുമല്ല, എനിക്ക് നല്ല കോവയ്ക്ക മെഴുക്ക് വരട്ടി നല്ല മൊരിഞ്ഞ് നല്ല മൂത്ത് കിട്ടണം. അതാണ് എനിക്കും ഇഷ്ടം, ബിജുവിനും ഇഷ്ടം. ഇങ്ങനെ പച്ച കളറിലിരിക്കണ അങ്ങനത്തെ മെഴുക്ക് വരട്ടി വലിയ താല്പര്യമില്ല. പിന്നെ എന്തായാലും അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ തേച്ചു, ഇഡ്ഡലി മാവൊക്കെ തട്ടി നിറച്ച് അങ്ങനെ ആവി കയറ്റാൻ വെച്ചു. എനിക്ക് പൊതുവേ ഇഡ്ഡലി ഇഷ്ടമല്ല, ഞാൻ ദോശയുടെ ആളാണ്. പക്ഷേ ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിജു എണീറ്റ് വരുമ്പോൾ ഒരു 7, 8 മണിയൊക്കെ ആവും. അപ്പോൾ ഇത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, തണുത്ത് മരവിച്ചിരിക്കും. അപ്പോൾ അതിലും നല്ലത് ഇഡ്ഡലി ആയിരിക്കും. ഇഡ്ഡലി ആണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ എൻ്റെ ചിക്കൻ കറിയും ചൂടാക്കി, ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി ആണെങ്കിൽ നല്ല പൂ പോലെ ഇങ്ങനെ വിട്ട് വന്നു. സാധാരണ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാറാണ് പതിവ്. ഇതെന്തായാലും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാനിപ്പോൾ റെഡിയാക്കുന്നത് ഇഡ്ഡലി ചമ്മന്തി. ഇതെനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ ബിജു ഇത് കഴിക്കും, ബിജുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ കോവയ്ക്ക് ഏതാണ്ടൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് അല്ല, ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബോക്സാണ്. ഇഡ്ഡലി ചിക്കൻ കറി. എനിക്ക് ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി അതിനോട് താല്പര്യമില്ല. എനിക്ക് ഇഡ്ഡലി ചിക്കൻ കറി മീൻ കറി ഇതൊക്കെയാണ് എനിക്കിഷ്ടം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇഡ്ഡലി നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ ലഞ്ച് ബോക്സ് ചോറ്, ചിക്കൻ കറി, കോവയ്ക്ക മെഴുക്ക് വരട്ടി. ഞാൻ ആ കോവയ്ക്ക മെഴുക്ക് വരട്ടി എൻ്റെ ചോറിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ലെയറായിട്ട് ഇടുകയാണ് ചെയ്യാറ്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് വേറെ പാത്രത്തിൽ. പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടം. കാരണം ഇത് കഴിക്കുമ്പോൾ അതിൽ ആ എണ്ണയും മസാലയൊക്കെ ഊറി ആ ചോറിലിറങ്ങുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ 6 മണിയായി മക്കളെ, നിങ്ങളെല്ലാവരും എണീറ്റ് വരുന്നേ ഉണ്ടാവുള്ളൂ. ഞാൻ ദേ റെഡിയായി. ഇതൊക്കെയാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ അവസാനം എൻ്റെ ബാഗിലോട്ട് എൻ്റെ സാധനസാമഗ്രികളൊക്കെ നിറച്ച് അങ്ങനെ ഞാൻ പണിക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്.